നമസ്കാരം, ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക, എമർജൻസി കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് നോക്കാം. നമസ്കാരം. നമസ്കാരം. സൂര്യ ടി വി എന്നാണ്. ഹരിപത്തനാപുരം എന്ന് പറയും. ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറ. ചേട്ടാ 5/2/2002. 5/2/2002. സമയം 5:36. വൈകുന്നേരമാണോ? വൈകുന്നേരമാ. 5:36 PM അല്ലേ? അനിഴ നക്ഷത്രം. അനില നക്ഷത്രമാ. ചൊവ്വാഴ്ച ദിവസം മകരം 23-ാം തീയതി. അതെ. പഠിത്തമൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം. ഇപ്പോൾ കണ്ടകശനി എന്ന് പറഞ്ഞ ഒരു സമയമാണുള്ളത്. അത് പഠനവുമായി ബന്ധപ്പെട്ടിട്ടും മറ്റുമൊക്കെ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷെ നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. ജോലി കിട്ടിയിട്ടുണ്ട്. ശരി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പഠിത്തത്തിനുള്ള പ്രശ്നം ഉണ്ടായിരുന്നോ? പഠിത്തത്തിലൊന്നും പ്രശ്നം, നല്ല പഠിക്കുന്നവനാ. ഇപ്പൊ ഒരു ചെറിയ ജോലി ബാംഗ്ലൂരിൽ. അതെന്താ പിന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്യായിരുന്നേ? അടുത്ത ഡിഗ്രിക്ക് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പഠിത്തം കണ്ടിന്യൂ ചെയ്യേണ്ടുന്ന ഒരു ടൈമാണ്. അപ്പൊ അത് ബ്രേക്ക് ആകാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു ഡിഗ്രി കഴിഞ്ഞു, അടുത്ത ഡിഗ്രിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ശരി. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ PG ഒക്കെ എടുക്കാൻ വേണ്ടി പറയുക. നല്ല ജോലി കിട്ടുകയും നല്ല നിലയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പഠിത്തം കഴിവതും നിർത്തരുത്, വീണ്ടും പഠിച്ചോളാൻ വേണ്ടി പറയണം കേട്ടോ. നല്ല ഭാവിയൊക്കെ ഉണ്ടാകും. എന്തോ ഇനി ഒരാൾക്കും കൂടെ നോക്കണം ചേട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പൊ കണ്ടകശനി സമയമാണ് മോനുള്ളത്. അതുകൊണ്ട് അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാ. അയ്യപ്പ ക്ഷേത്രത്തിലെ അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തുന്നത് നല്ലതാ. അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നാ വേണ്ട, നിങ്ങളുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ മതി. വണ്ടിയൊക്കെ ഓടിക്കുന്നെങ്കിൽ ഒരു അല്പം ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയണം, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു കാര്യം അറിയാനാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. എന്തുകൊണ്ട് വിശേഷം? മനസ്സിലായില്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറ. എന്ത് മോനെ? ഡേറ്റ് ഓഫ് ബർത്ത് പറ മോനെ. 26/2/2000. സമയം വെളുപ്പിന് 1:13. വെളുപ്പിന് 1:13. മോനെ വിശാഖ നക്ഷത്രം അല്ലേ? അപ്പൊ 27-ാം തീയതി വെളുപ്പിനെയാണ് കേട്ടോ. ഹലോ. 26-ാം തീയതി രാത്രി കഴിഞ്ഞ് 27-ാം തീയതി വെളുപ്പിനെ 1:13 മോനെ അവർ പറഞ്ഞേക്കുന്നത് 26-ാം തീയതി രാത്രി എന്നായിരിക്കും. അപ്പം പറഞ്ഞു കൊടുക്കുമ്പോൾ 26-ാം തീയതി വെളുപ്പിനെ ആണെങ്കിൽ വിശാഖ നാളാണ് മോനെ. ഈ നമ്മളെ പണ്ട് ഗ്രഹനിലയൊക്കെ എഴുതുമ്പോൾ ഈ ഉദിച്ചു കഴിഞ്ഞെങ്കിലേ അന്നത്തെ ദിവസമായിട്ട് ഈ മലയാള തീയതി വെച്ച് കണക്കാക്കുള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് ന്യൂ ഇയർ നമ്മൾ ഇംഗ്ലീഷ് തീയതി വെച്ച് ഡിസംബർ 31-ാം തീയതി രാത്രി 12 മണി കഴിയുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറയില്ലേ? പക്ഷെ ജ്യോതിഷത്തിൽ എന്താ അറിയാവോ, പിറ്റേ ദിവസം ഉദിച്ചു കഴിഞ്ഞിട്ടേ അന്നത്തെ ദിവസമാണെന്ന് കണക്കാക്കുള്ളൂ. ഹലോ. അപ്പൊ ഇപ്പൊ 6/18 ഉദയമെങ്കിൽ 6/17 ഒരു കുട്ടി ജനിച്ചാലും തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് ഉദിച്ച് ഇത്ര നാഴിക ഇത്ര അല്ല അസ്തമിച്ച് ഇത്ര നാഴിക ഇത്ര വിനാഴിക എന്ന് പറയും കേട്ടോ. അതാണ്. അപ്പൊ മോനിപ്പം എല്ലാരോടും പറഞ്ഞു കൊടുക്കും 26 അവർ നോക്കുമ്പോ ഡേറ്റ് തെറ്റിപ്പോവും. മോനെ 26/2/2000 രാത്രി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അത് 27-ാം തീയതി വെളുപ്പിനെയാ കേട്ടോ. ഇപ്പൊ കണ്ടകശനിയാണ്, നല്ല ജോലിക്ക് ശ്രമിച്ചോണം. ജോലിയെല്ലാം കിട്ടും. ഇപ്പൊ തടസ്സാണ്. ഇപ്പൊ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും മോനെ. ആദ്യം ഒരു കുഞ്ഞു ജോലി കിട്ടും, കുറച്ച് ടെൻഷനൊക്കെയുള്ള ജോലി ആയിരിക്കും. അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നോക്കണം. അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നോക്കണം. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാ ഞാനും പിന്നെ വിളിച്ചത്. ശരി. അപ്പൊ ടെൻഷൻ നേരത്തെ ഇതുപോലെ വിളിച്ചായിരുന്നു. ഓക്കെ. അപ്പം ടെൻഷനൊന്നും അടിക്കേണ്ട, നല്ലതുപോലെ ട്രൈ ചെയ്യേ. ഇപ്പം ചെറിയ 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 ടെൻഷൻസ് ജോലി ഉണ്ടാവുമ്പോൾ മോൻ ടെൻഷൻ അടിക്കരുത്. പുറത്തേക്ക് എങ്ങാനും നോക്കുന്നോ മോനെ? പുറത്തേക്ക് പോകാൻ ഗവൺമെന്റ് ജോലിക്കൊക്കെ നോക്കുന്നുണ്ട് സാറേ. എല്ലാം നോക്ക്. ഒന്നും നടന്നില്ലെങ്കിൽ പുറത്തെങ്കിലും പോകാൻ നോക്കണം.
ഇപ്പം നിൽക്കുന്നിടത്തുണ്ടല്ലോ മോനെ, കിട്ടുന്നു ചെലവാകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം നമുക്കൊന്നും സമ്പാദിക്കാൻ പറ്റില്ല. ഇല്ല, ഒന്നും കൈ നിൽക്കുന്നില്ല. അതുകൊണ്ട് മോൻ എന്ത് വേണം, ഇപ്പം കണ്ടകശനിയും കൂടെ ഉണ്ട്, നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണം, നല്ലൊരു ജോലി കിട്ടും, അതിനുവേണ്ടി ട്രൈ ചെയ്യണം, സമയമുണ്ട്, ധൃതി പിടിക്കേണ്ട. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.